അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ ഓഫീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ചെറിയ ഓഫീസാണ്. അപ്പോൾ ഞങ്ങൾക്കിത് വേറെ മാറ്റി ഞങ്ങൾ പണിതേക്കാണ് കേട്ടോ. സംഭവം നൈസാണ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു ഹോളാണ് ആദ്യം കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ സ്റ്റെയർ കയറുക. സ്റ്റെയർ കയറേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് ലിഫ്റ്റ് വരും. ഇപ്പം നമ്മൾ സ്റ്റെയർ തന്നെ കയറണം, കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് മുകളിലേക്ക് എത്താൻ വേറെ മാർഗ്ഗമില്ല. എന്നിട്ട് നേരെ കയറി ചെല്ലണത് ഇതേപോലെ തന്നെ അടിയിലത്തെ സെയിം സെറ്റപ്പിലായിട്ടുള്ള ഒരു ഹോൾ തന്നെയാണ് സെറ്റ് ചെയ്യണേ. അതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കയറിയില്ല. പിന്നെയും സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ചെറിയ ഹോളും പിന്നെ റൂം പിന്നെ ഒരു കിച്ചണൊക്കെയാണ്. ഈ ഡോർ അങ്ങോട്ട് തുറന്ന് കയറി കഴിഞ്ഞാൽ കാണുന്നത് ഹോളാണ് കേട്ടോ. അടിയിലത്തെ ഏകദേശം വലുപ്പം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ റൂമിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പൂട്ടി വെച്ചേക്കാം. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ കിച്ചൺ കാണാം. പക്ഷെ അതിൻ്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ സ്റ്റെയർ വീണ്ടും കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ചെല്ലാം. ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓപ്പൺ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ പുത്തമ്പള്ളിയുടെ സൈഡ് കാണാം. അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ പോലെ തന്നെ അന്ന് നമുക്ക് ഈ ടിക്കറ്റ് കാണാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള വ്യൂ. പിന്നെ ആ കാണുന്നതൊക്കെ പുത്തമ്പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ചുമ്മാ കയറിയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഞാൻ പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ട് കൊണ്ടുവരാം കേട്ടോ. ബൈ.